കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും ഹരിപ്പാടിന്റെ കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാന്യനായ KC ജോസഫ് അവர்களാണ്. അതുകൂടാതെ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ജോൺ തോമസ് അവർ, വിജയത്തിന് വേണ്ടി സഹായത്തിനും എന്ന് ഉറപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് അതോടൊപ്പം ആശംസിച്ചുകൊണ്ട് അടുത്തതായി അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ടാണ്. രണ്ടാം ദിവസമായ ഇന്നത്തെ ഈ ജനമേളയ്ക്ക് അദ്ദേഹം എല്ലാവിധ സഹായങ്ങളും സഹായിച്ചു എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബഹുമാനവും ആരാധനയുമായ ശ്രീമാൻ RK പ്രഭാകരർക്ക് ഞാൻ ഈ യോഗത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ടേ NDPC ശ്രീമാൻ ഉണ്ണിത്താൻ, ശ്രീമാൻ ഡൽഹി മാത്യു, ശ്രീ കാർത്തിക ശ്രീമാൻ രവീന്ദ്രൻ ചേട്ടൻ, FACTയുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രിയങ്കരായ ശ്രീ KC ജോസഫ്, നമ്മുടെ NDPCയുടെ ചുമതല വഹിക്കുന്ന നമ്മുടെ ഈ പായിപ്പാട് ജലോത്സവ സമിതിയുടെ ഡയറക്ടർ ശ്രീ രവീന്ദ്രനാഥൻ നായർ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ശ്രീ GKC ജയചന്ദ്രൻ, ഈ വേദിയിലുള്ള ജലോത്സവ നമ്മുടെ പായിപ്പാട് ജലോത്സവമായി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ എണ്ണപ്പെട്ട സംസ്ഥാനത്ത് നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്ന, പള്ളിയോടങ്ങൾ അണിനിരക്കുന്ന നയനമനോഹരമായ വള്ളംകളിയാണ്. കൊയ്ത്ത് കഴിഞ്ഞ് സമൃദ്ധിയോടെ സന്തോഷത്തോടെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് കഴിഞ്ഞ നമ്മൾ 75 ഞാൻ തന്നെ വർദ്ധിപ്പിച്ചു. ഇത്തവണ 25 കൂടി 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു എന്നുള്ള സന്തോഷ വാർത്ത 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ്. വളരെ വർഷങ്ങളായി 25 ഞാൻ 82 MLA ആയ ഞാൻ അന്ന് 25,000 രൂപയാക്കി. പിന്നെ ഞാൻ വർദ്ധിപ്പിച്ചില്ല. കഴിഞ്ഞ നമ്മുടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷമാണ് അത് 75 വർദ്ധിപ്പിച്ചു. ഇപ്പോൾ 1 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ശ്രീ KC ജോസഫ് ഒരു വൻ വിജയമാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ജലമേളയിൽ പങ്കെടുക്കുന്ന എല്ലാ പള്ളിയോടങ്ങളും വരെ ക്യാപ്റ്റന്മാരും തുഴച്ചിൽക്കാരും, അതോടൊപ്പം തന്നെ ചുണ്ടവള്ളങ്ങളുടെ പ്രതിനിധികളും ക്യാപ്റ്റന്മാരും തുഴച്ചിൽക്കാരും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ നാടിന്റെ പായിപ്പാട് മുഴുവൻ ജനങ്ങൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ജലമേളയും സാംസ്കാരിക ഘോഷയാത്രയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ കേരളത്തിന്റെ പ്രിയങ്കരായ സാംസ്കാരിക രംഗത്ത് പുതിയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ KC ജോസഫിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ്. കേരള പോലീസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, നമ്മുടെ എല്ലാ ബഹുമാന്യ നേതാവ്, നമ്മുടെ MLA നേതാക്കളുടെ ജില്ലാ CV സുബ്രഹ്മണ്യം, വള്ളങ്ങളുടെ ജലോത്സവങ്ങളെല്ലാം കേരള കലയുടെ ഏറ്റവും പ്രകടമായ ലക്ഷണങ്ങളാണ്. ഈ ജലോത്സവം ഇല്ലെങ്കിൽ
കേരളം ഉണ്ടാകാൻ പോകുന്നത്. ഈ ജലമേളകളെല്ലാം നമ്മുടെ നാടിന് ലോകത്തിന്റെ ഭൂപടത്തിൽ, ലോകത്തിന്റെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ മാർക്ക് ലഭിക്കാനുള്ള കാരണമാണ് ഈ ജലമേളകളെല്ലാം. ഒരു കടക്കാർക്കും താങ്ങാൻ കഴിയാത്ത 70,000 രൂപ ഇപ്പോൾ 1 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചു. അദ്ദേഹം അരിപ്പാടി MLA ആയതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന അനുഗ്രഹമാണ്. പക്ഷെ കേരളത്തിന്റെ പ്രത്യേകത്തോടെ തിരുവിതാംകൂറിലെ ഓരോ മേഖലകളിലും ഇത്തവണ കൂടുതലായി 25,000 രൂപ ചുണ്ടൻ വള്ളങ്ങൾക്കും മലയോളത്തിനും മാത്രമായി ഒരു 1000 മിനിമം സ്റ്റാൻഡിലും ഈ തവണ പാലക്കാട് ജലോത്സവത്തിന് വേണ്ടി 25,000 രൂപ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും. സഹായിക്കാൻ ഗവൺമെന്റ് ചുമതലയുണ്ട് മനസ്സിലാക്കുന്നത് ചെയ്യുന്നത്. ഈ നടക്കാൻ കൊടുക്കുന്ന ജനവേളയ്ക്ക് നാളത്തെ വലിയ ഈ മത്സരങ്ങൾക്കെല്ലാം വിജയങ്ങൾ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം കഴിഞ്ഞെങ്കിലും ഓണാശംസ നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.